Hello, hi and welcome to Dania's classes. അപ്പോൾ ഇന്ന് നമ്മൾ പേജ് നമ്പർ 30ന്റെ ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് prove that if both pairs of opposite sides of a quadrilateral are equal then it is a parallelogram. Parallelogram ആണ് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നമ്മുടെ ഈ ഈക്വൽ ട്രയാങ്കിൾസിന്റെ ലാസ്റ്റ് പോർഷനിലേക്ക് എത്തി തുടങ്ങി. ഈ പ്രോബ്ലം അതിന്റെ നെക്സ്റ്റ് പ്രോബ്ലം ഒക്കെ കമ്പാരിറ്റീവ്ലി പ്രൂഫിന്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഈസിയാണ് ഇത് പ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, ഒരു കോർഡിലേറ്ററിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ പാരലോഗ്രാം ആണ് പ്രൂവ് ചെയ്യേ വേണ്ടു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബോത്ത് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ കോർഡിലേറ്റർ ആർ ഈക്വൽ. ബോത്ത് പെയർ ഓഫ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊരു കോർഡിലേറ്ററിൽ വരയ്ക്കാം. കോർഡിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 4 സൈഡഡ് ഫിഗറിനെ നമ്മൾ കോർഡിലേറ്റർ എന്ന് പറയും. അപ്പോൾ ഒരു കോർഡിലേറ്ററിൽ വരച്ചു, ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇതിന്റെ ബോത്ത് പെയർ ഓഫ് സൈഡ്സ്, അതായത് ABCD. ഓക്കെ, ഈ പെയർ ഓഫ് സൈഡ്സ് ഈക്വൽ ആണ് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ബോത്ത് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ്സ് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു പാരലോഗ്രാം ആണെന്ന് എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. പാരലോഗ്രാം ആണ് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? ബോത്ത് സൈഡ്സ് പാരലൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാരലോഗ്രാം ആണ്. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പാരലോഗ്രാം ആണ് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കാം, ബോത്ത് സൈഡ്സ് പാരലൽ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് പാരലോഗ്രാം ആണെന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ഇനി ബോത്ത് സൈഡ്സ് പാരലൽ ആണ് എങ്ങനെ നമ്മൾ തെളിയിക്കും? ആൾട്ടർനേറ്റ് ഇന്റീരിയർ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ വരണം ആൾട്ടർനേറ്റ് ലൈൻസ് അല്ല ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. അതിൽ ഏതെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും, അതിന്റെ സൈഡ്സ് പാരലൽ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ പെയർ ഓഫ് സൈഡ്സ് പാരലൽ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. പാരലൽ ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലോ നമുക്ക്. അപ്പം ഞാൻ ഇങ്ങനെയാണ് നമുക്കൊരു കോർഡിലേറ്റർ തന്നിരിക്കുന്നത്. അപ്പം ഞാനൊരു ഡയഗണൽ ഡ്രോ ചെയ്തു. ഓക്കെ, അപ്പൊ AC എന്ന് പറഞ്ഞൊരു ഡയഗണൽ ഡ്രോ ചെയ്തു. ഇനി വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. ഇൻ ട്രയാങ്കിൾ, രണ്ട് ട്രയാങ്കിൾ ആണുള്ളത് അല്ലെ, ADC ആൻഡ് ട്രയാങ്കിൾ ABC, രണ്ട് ട്രയാങ്കിൾ. ഓക്കെ, ട്രയാങ്കിൾ ADC ആൻഡ് ABC നമുക്ക് എന്ത് പറയാൻ പറ്റും? AD ഈക്വൽ ടു BC. എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറയാൻ പറ്റും? AD ഈക്വൽ ടു BC ഗിവൺ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? AB ഈക്വൽ ടു CD. എന്തുകൊണ്ടാണ്? അതും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. CD ഗിവൺ അല്ലെ, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ഈ ട്രയാങ്കിൾ ഉള്ള വേറൊരു സൈഡ്? ഏതാണ്? AC അല്ലെ, AC ഈക്വൽ ടു AC. എന്തുകൊണ്ടാണ് AC ഈക്വൽ ടു AC എന്ന് പറയുന്നത്? അതൊരു കോമൺ സൈഡ് ആണ്, കോമൺ സൈഡ്. ഓക്കെ, ഇപ്പൊ എന്തായി? നമ്മുടെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആണ്. നമ്മുടെ സെക്കൻഡ് റൂൾ അതാണ് അല്ലെ, സെക്കൻഡ് റൂൾ അതാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആസ് all sides are equal, angles opposite to same side are equal. Okay, angles opposite to same side are equal. അപ്പോൾ അത് നമുക്ക് കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഇത് വേണ്ടത്? രണ്ട് സൈഡ്സ് പാരലൽ ആണെന്നാണ് നമുക്ക് ഇപ്പൊ തെളിയിച്ചു വരേണ്ടത്. അപ്പൊ നമുക്ക് ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണല്ലോ. അപ്പൊ ആദ്യം തന്നെ ഈ ആംഗിളും ആൾട്ടർനേറ്റ് ആംഗിൾസ് എടുക്കാം. ഓക്കെ, ഈ ആംഗിളിന്റെ കാര്യം ആംഗിളിന്റെ കാര്യം എടുക്കാം. അപ്പൊ നമുക്ക് മനസ്സിലായി സൈഡ്സ് ഈക്വൽ, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഇതിന്റെ ഈ ട്രയാങ്കിളിന്റെ 3 സൈഡും ഈ ട്രയാങ്കിളിന്റെ 3 സൈഡും ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എങ്ങനെ പറയാൻ പറ്റും? ഇനി ഇവിടെ എങ്ങനെയാണ്? ഇപ്പൊ DC എന്ന് പറഞ്ഞ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഈ DC ഈക്വൽ ടു AB എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? എവിടെയാണ് DC ഈക്വൽ ടു AB എന്ന് പറഞ്ഞിട്ടുള്ളത്? AB ഈക്വൽ ടു CD എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്ക് എഴുതാം ആസ് AB equal to CD
അല്ലെ? എ ബി ഈക്വൽ ടു സി ഡി. എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ സി ആണ് അല്ലെ? എങ്ങനെയാണ് എഴുതേണ്ടത്? ആംഗിൾ എ സി ബി ഈക്വൽ ടു, ഇനി ഡി സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ഈ ആംഗിൾ ഡി എ സി. രണ്ട് സൈഡുകൾ സി ബിയും എ ഡിയും എന്ന് പറയുന്ന രണ്ട് സൈഡുകൾ സി ബിയും, ഇവിടെ സി എ ഡി എന്ന് എഴുതാം. അപ്പോൾ ഒത്തിരി കൂടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ? അപ്പൊ എ ബിയും സി ഡിയും ഈക്വൽ ആയ കാരണം കൊണ്ട് ഏത് ആംഗിൾ ഈക്വൽ ആയിരിക്കും? ആംഗിൾ എ സി ബിയും ആംഗിൾ സി എ ഡിയും ഈക്വൽ ആയിരിക്കും. അതായത് നമ്മുടെ ഇപ്പോഴത്തെ എയിം എന്താണ്? ഈ രണ്ട് സൈഡുകൾ പാരലൽ ആണ് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ആംഗിൾ എ സി ബിയും ആംഗിൾ സി എ ഡിയും ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഈ രണ്ട് ആംഗിള് നമ്മൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് അല്ലെ? സാധാരണ നമ്മൾ എഴുതുന്ന പോലെ തന്നെ എഴുതാം. They are alternate angles made by line. ഏത് ലൈനാണ്? എ സി meeting the pair of lines. നമ്മളിവിടെ ഏതാ എടുത്തിരിക്കുന്നത്? എ ഡിയും അതുപോലെ തന്നെ സി ബിയും. മീറ്റിംഗ് ദ പെയർ ഓഫ് ലൈൻസ് എ ഡി ആൻഡ് സി ബി. ഓക്കെ, സിൻസ് ദേ ആർ ഈക്വൽ, അവർ ഈക്വൽ ആയ കാരണം കൊണ്ട് സിൻസ് ദേ ആർ ഈക്വൽ എ ഡി പാരലൽ ടു സി ബി. ഓക്കെ, ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയ കാരണം കൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ഡി പാരലൽ ടു സി ബി. ഇതേപോലെ തന്നെ നമ്മൾ അടുത്തതും ഈ രണ്ട് സൈഡിനും ബേസ് ചെയ്തിട്ട് പറയാം. ഈ രണ്ട് സൈഡിനെയും ബേസ് ചെയ്യുമ്പോൾ ആൾട്ടർനേറ്റ് ആംഗിൾസ് ഏതൊക്കെ വരും? ഇതും അതുപോലെ തന്നെ ഇതും ആയിരിക്കും വരാം. ഓക്കെ, അത് അവരുടെ സൈഡുകൾ നമ്മൾ നോക്കാം. ഏത് സൈഡുകളാണ് അവരുടെ വരുന്നത്? ഇതിന്റെ ഏത് സൈഡാണ് വരാൻ നോക്കാം. അതുപോലെ തന്നെ ഇതിനെയും ഏത് സൈഡാണ് വരാൻ നോക്കാം. അതിന്റെയും ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. ആംഗിൾ ഏതാണ് വരേണ്ടത്? ഡി സി എ. ആംഗിൾ ഡി സി എ ഈക്വൽ ടു ആംഗിൾ ബി എ സി. ഓക്കെ, ആംഗിൾ ബി എ സി. ക്ലിയർ ആയല്ലോ? ഈ ആംഗിൾസ് കിട്ടണം. അതായത് ഈ രണ്ട് സൈഡുകൾ വരണം. സി ഡിയും വരണം, എ ബിയും വരണം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതി? ആംഗിൾ ഡി സി എ ഈക്വൽ ടു ആംഗിൾ ബി എ സി. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ എഴുതിയല്ലോ. ഇതേപോലെ തന്നെ നമ്മൾ എഴുതാം. ദേ ആർ ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് made by line, same line and made by line AC meeting the pair of lines. pair of lines വരുമ്പോൾ ഏതൊക്കെയാണ് എഴുതേണ്ടത്? സി ഡി ആൻഡ് എ ബി. ഓക്കെ, സിൻസ് ദേ ആർ ഈക്വൽ, ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയ കാരണം കൊണ്ട് ഏതൊക്കെ പാരലലാണ്? സി ഡി പാരലൽ ടു എ ബി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ബോത്ത് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ് കണ്ടുപിടിച്ചു. രണ്ട് സൈഡ്സ് പാരലൽ ആയ എന്താണ്? പാരലോഗ്രാം ആണ് അല്ലെ? അപ്പൊ എന്താണ് എഴുതേണ്ടത് ലാസ്റ്റ്? ആസ് സി ഡി പാരലൽ ടു എ ബി ആൻഡ് എ ഡി പാരലൽ ടു സി ബി, quadrilateral ABCD is a parallelogram. ഓക്കെ, അപ്പൊ ഇത്രയുള്ളൂ നമുക്കൊരു പാരലോഗ്രാം പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ആദ്യം തന്നെ ഇത് പാരലോഗ്രാം ആണ് നമ്മൾ എന്താ പറയാ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്
അതിൻ്റെ ബോത്ത് പെയർ ഓഫ് സൈഡ്സ് പാരലൽ ആണെന്ന് കണ്ടുപിടിക്കലാണ്. ആ പാരലൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒന്നില്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഈ കേസിൽ നമുക്ക് ഒരു ഡയഗണൽ ജോയിൻ ചെയ്യുമ്പോൾ ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഈക്വൽ ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ അതിൻ്റെ എല്ലാ സൈഡ്സും നമ്മൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു. എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സെയിം സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അത് എഴുതുമ്പോൾ നമ്മൾ ആൾട്ടർനേറ്റ് ആംഗിൾ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് എഴുതണം. ഏത് ഇതാണ് വരാൻ നോക്കിയിട്ട് ശ്രദ്ധിച്ച് എഴുതിയിട്ട്, ഇത് പിന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ളതാണ്, നമ്മൾ പണ്ടത്തെ എക്സസൈസിലും ഇത് സെയിം ഇത് റീസൺ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡ്സ് പാരലലാണ് കണ്ടുപിടിച്ചാൽ അതൊരു പാരലോഗ്രാം ആണ്. ഓക്കെ, ഇനി ഏകദേശം ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനും വരുന്നത്, 9th ക്വസ്റ്റ്യനും വരുന്നത്. നമുക്കൊന്ന് നോക്കാം അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ നമുക്കപ്പോൾ 9th പ്രോബ്ലത്തിലേക്ക് നോക്കാം. അത് 8th ഉം 9th ഉം ഇത്തിരി റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്താണെന്ന് പറഞ്ഞിരിക്കണേ നോക്കാം. ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ ABCD is a parallelogram. അതായത് എയും ബിയും സിയും ഡിയും എന്ന് പറയുന്നത് പാരലോഗ്രാം ആണ്. ഈ വെൽഡ് എന്ന് പറയുന്നത് പാരലോഗ്രാം ആണ്. ആൻഡ് AP ഈക്വൽ ടു CQ, APയും CQയും ഈക്വൽ ആണ്. നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രൂവ് ദാറ്റ് PBAD is a parallelogram. ഈ സംഭവം പാരലോഗ്രാം ആണെന്നാണ്, അതിൻ്റെ ഉള്ളിലുള്ള ഫിഗർ പാരലോഗ്രാം ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് പുറത്തുള്ളത് പാരലോഗ്രാം ആണെന്ന് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലുള്ളത് പാരലോഗ്രാം ആണെന്ന് കൂടി നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞിരുന്നത് പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് രണ്ട് സൈഡ്സ് പാരലലാന്ന് കണ്ടുപിടിച്ചാൽ മതി, പാരലലാന്ന് കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യുന്നത് ഇതിൻ്റെ പെയർ ഓഫ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ്, പെയർ ഓഫ് സൈഡ്സ് അല്ല, പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ്, അതായത് DQയും PBയും ഈക്വൽ ആണെന്നും PDയും PQയും ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള ക്വസ്റ്റ്യൻ, അതായത് 8th ക്വസ്റ്റ്യനിൽ പഠിച്ചു ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അത് പാരലോഗ്രാം ആണെന്ന് നമ്മൾ 8th ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സൈഡ്സ്, ഓപ്പോസിറ്റ് പെയർ ഓഫ് സൈഡ്സ് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളാണ് എടുക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്, ആദ്യം തന്നെ നമ്മൾ ഈ സൈഡും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഈ ട്രയാങ്കിൾ APD and triangle BQC. ഓക്കെ, ഇതില് AP ഈക്വൽ ടു CQ തന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അത് എടുത്ത് എഴുതാം. AP ഈക്വൽ ടു CQ എന്താണ് ഗിവൺ. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ അടുത്ത് ABCD എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാം ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പാരലോഗ്രാമത്തിന്റെ പ്രത്യേകത എന്താണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അതുപോലെ പാരലൽ ആയിരിക്കും, അതുപോലെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളും ഈക്വൽ അല്ലേ, ABCDയിലത്തെ ഈ ആംഗിളും ഈക്വൽ അല്ല, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം. എഴുതാം നമുക്ക്. ആംഗിൾ DAP ഈക്വൽ ടു ആംഗിൾ BCQ. എന്തുകൊണ്ടാണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് of a parallelogram. Okay, opposite angles of a parallelogram. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, അതുപോലെ തന്നെ പ്രത്യേകത ഉള്ളതാണ് ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, AD ഈക്വൽ ടു BC അല്ലേ, അങ്ങനെ എഴുതിയൂടെ. AD ഈക്വൽ ടു BC എന്തുകൊണ്ടാണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രാം. ഓക്കെ, അപ്പൊ നമുക്ക് അതും കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ രണ്ട് സൈഡ്സും ആംഗിളും, അതേപോലെ തന്നെ രണ്ട് സൈഡ്സും ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി. മനസ്സിലായല്ലോ, രണ്ട് സൈഡ്സും അതിന്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആംഗിൾ മെയ്ഡ് ബൈ ദം ആർ ഈക്വൽ. അപ്പൊ എന്താ നമ്മുടെ റൂൾ എന്തുള്ളത്, ഇഫ് ടു സൈഡ്സ് ആൻഡ് ആംഗിൾ മെയ്ഡ് ബൈ ദം ആർ ഈക്വൽ ടു
other sides of two sides of another triangle and the angle made by them, then the third side and the other two angles are also equal. അത് നമ്മുടെ ജനറൽ റൂളാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. എന്താണ് എഴുതേണ്ടത്? ആസ് ടു സൈഡ്സ്, ആ റൂൾ കേട്ടോ, ഞാനിത് ഫുൾ എഴുതില്ല. ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ആംഗിൾ made by them are equal to two sides of another triangle and angle made by them, then the അത് പിന്നെ നിങ്ങൾ എഴുതിയാൽ മതി, ആ റൂൾ അങ്ങനെ എഴുതിയാൽ മതി. then the other side and the two angles are also equal. അങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും? DP equal to QC, അല്ല QB, DP equal to QB. Therefore DP equal to BQ. ഓക്കെ, ശരിയായല്ലോ. ഈ രണ്ട് സൈഡ്സ് നമ്മൾ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതൊരു പാരലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? AB ഈക്വൽ ടു CD എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് AB ഈക്വൽ ടു CD എന്ന് എന്തുകൊണ്ടാണ് എഴുതാൻ പറ്റുന്നത്? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം അല്ലെ, പാരലോഗ്രാമത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഇനി നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? AP ഈക്വൽ ടു QC എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ? AP ഈക്വൽ ടു QC എന്ന് നമുക്ക് തന്നിട്ടുള്ളതാണ്. AP ഈക്വൽ ടു CQ എന്ന് നമുക്ക് തന്നിട്ടുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് AB മൈനസ് AP ഈക്വൽ ടു CD മൈനസ് QC എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ AP എന്ന് പറയുന്നത്, ഇപ്പൊ ABയും CDയും ഈക്വൽ ആണ്. അപ്പൊ AB എന്ന് പറയുന്നത് ഒരു 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കൂ. അപ്പൊ എന്തായിരിക്കും? CDയും എന്തായിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ? കറക്റ്റ് അല്ലേ പറയുന്നത്? ഇനി AP എന്ന് പറയുന്നത് ഒരു 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കൂ. അപ്പൊ എന്തായിരിക്കും? CQ എന്ന് പറയുന്നതും 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഈ ABയിൽ നിന്ന് AP മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7 സെന്റിമീറ്റർ ഈക്വൽ ടു ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് ഈക്വൽ ടു 7 സെന്റിമീറ്റർ അല്ലെ? ഈ പോർഷൻ കട്ട് ഓഫ് ചെയ്താലും സെയിം ആണ്. അപ്പൊ AB മൈനസ് AP എന്ന് പറയുന്നത്, ABയിൽ നിന്ന് AP മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? PB ഈക്വൽ ടു CDയിൽ നിന്ന് QC മൈനസ് ചെയ്യുമ്പോൾ PB ഈക്വൽ ടു DQ. ഓക്കെ, ഈ രണ്ട് സൈഡുകളായില്ലേ? ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തില്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് നമ്മൾ ഇതും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഈ രണ്ട് പെയർ ഓഫ് സൈഡ്സും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. എന്താണ്? പെയർ ഓഫ് ബോത്ത് സൈഡ്സ്, പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? പാരലോഗ്രാം. അത് നമ്മൾ നമ്മുടെ 8th പ്രോബ്ലത്തിൽ ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ എഴുതിയാൽ മതി ഇവിടെ. ആസ് ബോത്ത് പെയർ ഓഫ് ഓപ്പോസിറ്റ് sides are equal, it is a parallelogram. ഓക്കെ, കറക്റ്റ് ആയില്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് പഠിക്കണം, പഠിച്ചാലാണ് കിട്ടുള്ളൂ. പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാം.